PCOS സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കവിൾ തൂങ്ങുക, നാസോലേബിയൽ ഫോൾഡ് വരിക, ജൗൾസ് താടിയലിൻ്റെ ഒരു ഷേപ്പ് ഒബ്സ്ക്യൂർ ആവുക ഈ രീതിയിലുള്ളത്. അത് കാരണം നമ്മുടെ ഒരു ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫാറ്റ് പാഡുകൾ ലൂസൺ ചെയ്യുകയും നമ്മുടെ ലിഗമെന്റ്സ്, സപ്പോർട്ടിംഗ് ലിഗമെന്റ്സ് ഉണ്ട്, നമ്മുടെ സ്കിന്നും മസിലും അണ്ടർലൈൻ ബോണായിട്ടൊക്കെയുള്ള അത് ലൂസ് ആവുകയും ചെയ്യുമ്പോൾ ഫാറ്റ് ഹെർണിയേറ്റ് ചെയ്ത് താഴത്തേക്ക് തൂങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചുറ്റുമുള്ള സ്കിന്നും ഈ രീതിയിലുള്ള ഫോൾഡുകൾ വരുന്നത്. അതിനുള്ളൊരു സിമ്പിൾ ടെക്നിക്കാണ് ത്രെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ചില രീതിയിൽ നോൺ സർജിക്കൽ ഫേസ് ലിഫ്റ്റ് എന്ന് പറയും. ഇതിൽ ചെയ്യുന്നത് നമ്മൾ ഒരു ചെറിയ ഒരു നോൺ അബ്സോർബിൾ അല്ലാതെ അബ്സോർബിൾ ആകുന്ന രീതിയിലുള്ള സ്യൂച്ചേഴ്സ് നമ്മുടെ ഒരു ലിഗമെന്റ് നിന്ന് അടുത്ത ലിഗമെന്റിലേക്ക് പോവുകയും പിറകിലേക്ക് വലിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലിഗമെന്റ്സിന് സപ്പോർട്ട് കിട്ടുകയും ഈ പറഞ്ഞ ഫോൾഡുകൾ മുകളിലേക്ക് വലിയുകയും ചെയ്യുന്നത്. അത് ഒരു സർജിക്കൽ ഫേസ് ലിഫ്റ്റ് പോലെ ഭയങ്കര ഡ്രാമാറ്റിക് ഇംപ്രൂവ്മെന്റ് വരില്ലെങ്കിലും വളരെ സുരക്ഷിതമായ രീതിയിൽ ആകെ ഒരു ഫംഗ്ഷൻ മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ, വേറെ എവിടെയും കീറലൊന്നും ഉണ്ടാവില്ല, പുറകിലേക്ക് വലിക്കുകയും ചെയ്യും. അതുകൂടാതെ ഇത് ഒരു ലോങ് ലാസ്റ്റിംഗ് റീജുവനേഷൻ കൂടി നടക്കും. കാരണം ഈ അബ്സോർബർ സ്യൂച്ചർ അത് അബ്സോർബ് ചെയ്യുന്ന സമയത്തിന്റെ ഭാഗമായി കൊളാജൻ ബിൽഡപ്പ് ചെയ്യുകയും അതിന് ചുറ്റും കൊളാജൻ ബിൽഡപ്പ് ചെയ്തിട്ട് സ്കിന്നിന് കുറച്ച് ടൈറ്റ്നെസ് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിൽ കോംപ്ലിക്കേഷൻസ് തീരെയില്ല എന്നല്ല, പക്ഷേ ഒരു സുരക്ഷിതമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ കോംപ്ലിക്കേഷൻസ് വളരെ കുറവായിരിക്കും. ഡൗൺ ടൈം എന്ന് പറഞ്ഞാൽ 1 വീക്ക് ചെറിയ രീതിയിൽ നീര് പോലെ കാര്യങ്ങൾ ഉണ്ടാവാം. അത് വേദന സംഹാരി കൊണ്ടൊക്കെ കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ രീതിയിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് ഒരു ത്രെഡ് ലിഫ്റ്റ് വഴി കിട്ടാവുന്നതാണ്. യൂഷ്വൽ റിസൾട്ട് കിട്ടുന്നതിന് 1 മന്ത് എടുക്കുന്നതാണ്. ആ ഒരു ഇംപ്രൂവ്മെന്റ് അപ് ടു 2 ഇയേഴ്സ് വരെ ഈ ത്രെഡ് ലിഫ്റ്റിന്റെ ഇംപ്രൂവ്മെന്റ് ചിലർക്ക് കിട്ടാറുണ്ട്.